ഇന്ന് നമുക്കൊരു പനീർ ബട്ടർ മസാല ചെയ്ത് നോക്കിയാലോ. ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത്, മക്കിനി ഗ്രേവി അല്ലെങ്കിൽ ബട്ടർ ഗ്രേവി അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പനീർ ബട്ടർ മസാല, ബട്ടർ ചിക്കൻ മസാലയൊക്കെ ചെയ്യാൻ പറ്റും. ആ ഗ്രേവി മാത്രം നന്നായിട്ട് ചെയ്താൽ മതി. ഒത്തിരി സമയമെടുക്കുന്നൊരു ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കുന്നൊരു ഗ്രേവി കേട്ടോ ഈ മക്കനി ഗ്രേവി. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ കുറച്ചുണ്ടാക്കുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടേസ്റ്റി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർലിക്ക് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക് എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് ഒണിയൻ എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഒണിയൻ വേണം കേട്ടോ. പിന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് ഗ്രീൻ ചില്ലി. പിന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കുറച്ച് മല്ലിച്ചപ്പൂട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് മതിയാണ്. നമ്മൾ ഒറ്റ പോർഷൻ കറി ആട്ടോ ഉണ്ടാക്കുന്നത്. പനീർ ബട്ടർ മസാല ഒറ്റ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സാൾട്ട് എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പനീർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഹാർഡായി പോകല്ലോ, ഒത്തിരി കൂടുതൽ ഓവർ ഫ്രൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇച്ചിരി സോഫ്റ്റോട് കൂടിയുള്ളൊരു ഫ്രൈ, ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാണ് നമുക്ക്. അപ്പോൾ നമ്മൾ കടായി വെച്ച് അതിൻ്റെ അകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗാർലിക്ക്, ജിഞ്ചർ ഒരു ഗോൾഡൻ കളറാകുന്നവർ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത് ഒണിയനും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഒണിയനൊന്ന് നന്നായിട്ട് സോട്ടായി കഴിയുന്നതിന് ശേഷം കുറച്ച് ഒന്ന് ഗാർലിക്കൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് മക്കനി ഗ്രേവി, ഞാൻ ഓൾറെഡി മക്കനി ഗ്രേവി എങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇന്നലെ നമ്മുടെ പേജിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവരൊന്ന് എടുത്ത് നോക്കണേ. നമ്മളതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഒറ്റ കറിക്ക് കണക്കാക്കിയിട്ടുള്ള മക്കനി ഗ്രേവി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ശുദ്ധമായ പശുവിൻ്റെ പാല് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക, കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഗ്രേവി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് ബട്ടറും കുറച്ച് കാഷ്നട്ട് പേസ്റ്റും. അതിന് കാഷ്നട്ട് പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ആഡ് ചെയ്താലും മതി കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നല്ല തിക്കരക്കണം ഈ കറി, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തിക്ക് കറി അരയ്ക്കണം കണ്ടോ. അതിൻ്റെ ഗ്രേവി കണ്ടോ, നല്ല തിക്കരയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, കുറച്ച് മല്ലിച്ചപ്പോടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ നന്നായിട്ട് ചേർക്കണം കേട്ടോ. ബട്ടർ ആകുമ്പം ബട്ടർ ഈ പനീർ ബട്ടർ മസാലയുടെ ബട്ടർ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് കണ്ടോ. നന്നായിട്ട് ഉണ്ടോ, അടിപൊളി കറിയാട്ടോ. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണേ. വീട്ടിലൊക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇതാ ഒരു ബോളിനകത്തോട്ട് ഞാൻ മാറ്റി കാണിക്കാവേ. ഒറ്റ പോർഷൻ കറിയാട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. നല്ല സൂപ്പർ ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് പനീർ ബട്ടർ മസാല കണ്ടോ. നല്ല ചെറിയൊരു സ്വീറ്റോട് കൂടിയുള്ളൊരു ഗ്രേവി ആട്ടോ ഇത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പിയിൽ വരുന്ന ഫുഡാട്ടോ ഇത് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് ബോളിനകത്തോട്ട് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബട്ടറും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ജസ്റ്റ് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് വാരി വിതറി കൊടുക്കാം കണ്ടോ. നല്ല അടിപൊളി കറിയാണ്. വീട്ടിലെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കുറച്ച് പോർഷനായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ അത്. വീട്ടിലൊക്കെ ആകുമ്പോൾ മക്കനി ഗ്രേവി ആയിട്ടൊന്നും ഉണ്ടാക്കണ്ട, അന്നേരം തന്നെ നമുക്ക്
ഒണിയനും തക്കാളി ചോപ്പ് ചെയ്തെല്ലാം ഇട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. മെത്തേഡെല്ലാം സെയിം. ഇന്നലെ ഞാൻ ഓൾറെഡി മക്കനി ഗ്രേവി ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കയറി കാണണം കേട്ടോ എല്ലാവരും. കണ്ടോ പൊറോട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പനീർ ബട്ടർ മസാല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി കേട്ടോ പനീർ ബട്ടർ മസാല. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.